റോഡിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? പരമാവധി ഹോൺ അടിക്കും, അല്ലെങ്കിൽ ഗതാഗത തടസ്സം മാറുന്നതുവരെ വെയിറ്റ് ചെയ്യും, അല്ലേ? എന്നാൽ പ്രശസ്ത വ്യവസായിയും എക്ക മൊബിലിറ്റി ചെയർമാനുമായ സുധീർ മേത്ത ചെയ്തത് ഇതൊന്നുമല്ല. നീണ്ട 8 മണിക്കൂർ കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അദ്ദേഹം ഒടുവിൽ ഹെലികോപ്റ്റർ വരുത്തി ആകാശമാർഗം ലക്ഷ്യസ്ഥാനത്തെത്തി. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സമാനതകളില്ലാത്ത ഗതാഗത കുരുക്കാണ് ഈ നാടകീയ സംഭവത്തിന് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം റായ്ഗഡ് ജില്ലയിലെ ബോർഗഡ് മേഖലയിലുള്ള അദൂഷി തുരങ്കത്തിന് സമീപം തീപിടുത്ത സാധ്യതയുള്ള പ്രോപ്പിലീൻ ഗ്യാസ് കയറ്റിയ ടാങ്കർ മറിഞ്ഞതാണ് വിനയായത്. വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി അധികൃതർ പാതയിലെ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു. ഇതോടെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. ഏകദേശം 33 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഈ മഹാകുരുക്കിൽപ്പെട്ട ലക്ഷക്കണക്കിന് യാത്രക്കാരിൽ ഒരാളായിരുന്നു സുധീർ മേത്ത. മുംബൈയിൽ നിന്ന് പൂനെയിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം എക്സ്പ്രസ് വേയിൽ കുടുങ്ങിയത്. 8 മണിക്കൂർ കാറിനുള്ളിൽ ചിലവഴിച്ചിട്ടും വഴി തുറക്കില്ലെന്ന് ഉറപ്പായതോടെ അദ്ദേഹം മുംബൈയിലെ ജൂഹു വിമാനത്താവളത്തിലേക്ക് മടങ്ങുകയും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പൂനെയിലേക്ക് പറക്കുകയുമായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്നുള്ള ട്രാഫിക് കുരുക്കിന്റെ ആകാശ ദൃശ്യങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വലിയ ചർച്ചയായത്. എന്നാൽ ഈ ഹെലികോപ്റ്റർ സൗകര്യം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾക്കോ? ഈ ചോദ്യം അദ്ദേഹം തന്നെ ചോദിക്കുന്നുമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ടാങ്കർ അപകടം കാരണം 18 മണിക്കൂറിലധികം കുടുങ്ങിക്കിടന്നത്. ഭക്ഷണവും വെള്ളവും ശൗചാലയ സൗകര്യവുമില്ലാതെ സ്ത്രീകളും കുട്ടികളും വലയുന്നു. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനങ്ങൾക്ക് തിരിച്ചു പോകാൻ എമർജൻസി എക്സിറ്റുകൾ പാതയിൽ ഉണ്ടാകണമെന്ന് സുധീർ മേത്ത ട്വീറ്റ് ചെയ്തു. കൂടാതെ എക്സ്പ്രസ് വേക്ക് സമീപം കുറഞ്ഞ ചെലവിൽ ഹെലിപാഡുകൾ നിർമ്മിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനും ആളുകളെ ഒഴിപ്പിക്കാനും സഹായിക്കുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വൈറലാണ്. എന്തൊക്കെയായാലും സുധീർ മേത്തയെ പോലെയുള്ള ഒരു വ്യവസായിക്ക് തന്റെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ ഹെലികോപ്റ്റർ ഒരു പോംവഴിയായേക്കാം. എന്നാൽ ആ കിലോമീറ്ററുകളോളം നീളുന്ന ട്രാഫിക് കുരുക്കിൽപ്പെട്ടുപോയ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? ഇത് നമുക്കും ബാധകമാണ്. ഓരോ ദിവസവും എത്ര മണിക്കൂറാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയം പോകുന്നത്? ഹെലികോപ്റ്റർ ഒന്നും ഇല്ലെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ നല്ലത്.